Good evening. Good evening, ma'am. Good evening, ma'am. Good evening. ഓക്കെ, സമയം കളയണ്ട, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ അടുത്ത് എന്റെ കമ്മിറ്റി ഫോർമേഷന്റെ കാര്യം പറഞ്ഞിരുന്നോ? ഇല്ല മാം. So, okay, we will have our prayer. After that, I will share the details about the committee. Okay, anyone ready to do prayer? Anyone? Okay, no problem. We don't have time, much time. Like 70 people are, suppose 70 people are coming on our institute. So I think before that we have to write something about the materials in your record. Okay, fine. So we will have a silent prayer. Okay, so ലാസ്റ്റ് ഫ്രൈഡേ വളരെ നല്ല ക്ലാസ് ആയിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. ഇറ്റ് വാസ് വെരി നൈസ്. ഷെമിര ടീച്ചർ ഉണ്ടെങ്കിൽ ഐ എക്സ്പ്രസിങ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ടു ഹിയർ. ഓക്കെ, ഫൈൻ. സോ നമ്മൾക്ക് പല മെറ്റീരിയൽസ്, ഈ മെറ്റീരിയൽസ് കിട്ടാൻ കുറച്ച് താമസം പലപ്പോഴും വന്നിട്ടുണ്ട്. അതുകൊണ്ടാട്ടോ മെറ്റീരിയൽസ്. ബാക്കി കളർ ടാബ്ലറ്റ്സും കൂടെ നമ്മളുടെ കയ്യിലുണ്ട്. അത് കുറച്ചൊന്ന് എഴുതിയിട്ട് കളർ ടാബ്ലറ്റ്സ് ആവുമ്പോഴേക്കും അത് എടുക്കാന്ന് വെച്ചിട്ട്. അപ്പൊ ആ എഴുത്തും ടാബ്ലറ്റ് ഐഡന്റിഫൈയിലും എല്ലാം കൂടെ ഒരുമിച്ച് നടക്കുമല്ലോ. സോ കമ്മിറ്റി ഇതാണ്. നമ്മള് വീക്ക്ലി ഉള്ള കമ്മിറ്റി ഫോർമേഷൻ ആണ്. ആ ഒരു വീക്ക് 2 പേര് ക്ലാസ് ലീഡേഴ്സ് ആയിരിക്കും. അവരാണ് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യേണ്ടത്. ലൈക്ക് ആരാണ് പ്രെയർ ചെയ്യേണ്ടത്, ആരാണ് തോട്ട് ഓഫ് ദ ഡേ, ആരാണ് സൈൻ ചെയ്യേണ്ടത്, ആരാണ് സൈൻ ഔട്ട് ചെയ്യേണ്ടത്. സൈൻ ഇൻ ചെയ്യുന്നതിനൊപ്പം തന്നെ അല്ലെങ്കിൽ തോട്ട് ഓഫ് ദ ഡേയുടെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ക്ലാസ്സിനെ വെൽക്കം ചെയ്യാം, വിഷ് ചെയ്യാം. സൈൻ ഔട്ട് ചെയ്യുമ്പോൾ എല്ലാവരോടും ഒരു ബൈ പറഞ്ഞ് പോകാം, താങ്ക് യു എല്ലാം പറഞ്ഞിട്ട് പോവാം. പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് റിമൈൻഡ് ദ ട്രെയിനർ ലാസ്റ്റ് പോർഷൻ എവിടം വരെ ആയിരുന്നു എന്നൊന്ന് ട്രെയിനറോട് റിമൈൻഡ് ചെയ്യിക്കുക. പിന്നെ എന്തെങ്കിലും അസൈൻമെന്റ്സ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ് റൂമിൽ അത് ഇടേണ്ട കാര്യം ഒന്ന് ഓർപ്പിക്കുക. ക്വസ്റ്റ്യൻ ആൻസർ, പല യൂണിറ്റ്സിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ പെൻഡിങ് ആണ്. ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ഇടേണ്ട കാര്യം ട്രെയിനറെ, എന്നെ അല്ലെങ്കിൽ അശ്വതി മിസ്സിനെ ഓവർ ഇറ്റ് ഈസ് ഓർപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ ക്ലാസ് റൂമിൽ വരുന്ന മെസ്സേജ് ശ്രദ്ധിക്കുക. അതായത് പലപ്പോഴും ചിലര് മോർണിംഗ് ആ ഒരു ഉച്ചയ്ക്ക് മുമ്പൊക്കെ ആയിരിക്കും മെസ്സേജ് നോക്കുന്നത്. ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആ മെസ്സേജുകൾ ഈവനിങ് ടൈമിലാണ് കൊടുക്കുന്നെങ്കിൽ അവർ ചിലപ്പോൾ കാണില്ല, എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കില്ലല്ലോ. അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഓരോ ഡേയില എന്താണ് ക്ലാസ്സിൽ പറഞ്ഞതെന്നുള്ളൊരു ബ്രീഫിംഗ് നിങ്ങൾക്കൊരു പേഴ്സണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ചാനൽ, വാട്സപ്പ് ഗ്രൂപ്പോ എന്തോ ഉണ്ടല്ലോ, അപ്പൊ അതിൽ ഇടുക. ഇതാണ് എടുത്തത് എന്നുള്ള രീതിയിൽ ഇടുമ്പോഴേക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്നവർക്ക് അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാണ്, ഏത് യൂണിറ്റ് ആണ്, എന്താണ് ഇപ്പൊ ചെയ്യുന്നത്, പ്രാക്ടിക്കലിന്റെ ഡീറ്റെയിൽസ് അങ്ങനെ ജസ്റ്റ് ബ്രീഫ് ചെയ്ത് ഒരു സെന്റൻസിലൊക്കെ ആയിട്ട് ഇടുക. ഇവരെ ബാക്കിയുള്ളവരെ അവർ സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദേ ക്യാൻ ആഡ്, ബാക്കിയുള്ളവർക്ക് അത് ആഡ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മളുടെ ടൈം ഒട്ടും പോകില്ല, നമുക്ക് ടൈം ഉണ്ടാകും ക്ലാസ്സിന്. പിന്നെ എപ്പോഴും നമുക്ക് വി വിൽ ട്രൈ ലൈക്ക് ലാസ്റ്റ് ഒരു 10 to 15 മിനിറ്റ്സ് നമ്മളുടെ ഡൗട്ട് റിഗാർഡിങ് എനിത്തിങ് കോഴ്സിനെ പറ്റിയോ
ടോപ്പിക്കിനെ പറ്റിയോ അങ്ങനെയുള്ള ഡൗട്ട്സ് ഒക്കെ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം. കാരണം ഇൻ ബിറ്റ്വീൻ ചെയ്യുമ്പോൾ ലൈവ് ക്ലാസ്സിൽ ഇരിക്കുന്നവർക്ക് വലിയ പ്രശ്നം തോന്നില്ലായിരിക്കും, പക്ഷേ ഈ റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. ഓക്കെ, സോ നമുക്ക് അങ്ങനെ ആ രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് കുറെ ടൈം സേവ് ചെയ്യാം, കുറച്ച് റിസോഴ്സ്ഫുൾ ആയിരിക്കും, ഫ്രൂട്ട്ഫുൾ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. യെസ് മാം. ഓക്കെ, സോ ആരാണ് ലീഡേഴ്സ് എന്നുള്ളത് ഇന്ന് തന്നെ ഡിസൈഡ് ചെയ്ത് ടു ജസ്റ്റ് കോർഡിനേറ്റ് ആൻഡ് ഡു യുവർ ഡ്യൂട്ടി. ഓക്കെ, ഈ ലീഡേഴ്സ് പ്രയറിനോ സൈൻ ഇന്നോ തോട്ട് ഓഫ് ദി ഡേക്കോ വരരുത്. അവര് ലീഡർ ആവുന്നവരെ ആ വീക്ക് അത് ചെയ്യരുത്. ഓക്കെ, ആ രീതിയിൽ പോകണം. സോ അപ്പൊ നമുക്ക് ആര് പ്രെയർ ചെയ്യണോ, പ്രെയർ ഉണ്ടോ, അങ്ങനെയുള്ള ഈ ചോദ്യം ഒഴിവാക്കാം, മീൻസ് സമയം പോകുമല്ലോ. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ തിയറി പാർട്ട് ഏതെങ്കിലും വായിക്കുവാണെങ്കിൽ 1 2 3 4 5 എന്ന് നിങ്ങളൊരു നമ്പർ ഇട്ടിട്ട് ഫസ്റ്റ് റീഡ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവർക്ക് ആ നമ്പർ ഓൾറെഡി കൊടുക്കുക. ക്ലാസ്സിൽ ഞാൻ വായിക്കാം ആ ഒരു ഇത് വരില്ല. പിന്നെ അതുപോലെ 2-3 പേര് ഒരുമിച്ച് വായിക്കാനായിട്ട് വരുമ്പോൾ രണ്ടുപേര് വരുമ്പോൾ ഒരാള് ലീവ് ചെയ്ത് പോകണം, മറ്റേയാള് വായിക്കണം, അങ്ങനത്തെ അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. സമയമൊക്കെ കുറെ സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ടൈം മാനേജ്മെന്റ് അത്രയേ ഉള്ളൂ. ഓക്കെ, സോ നമ്മള് എവിടെ വരെയായി? നമ്മളിവിടെ കുറച്ച് എക്സ്ട്രാ ആയിട്ട് എഴുതുമായിരുന്നു അല്ലേ? എൻവിറോൺമെന്റ് എഴുതി കഴിഞ്ഞായിരുന്നു. എങ്ങനെ എൻവിറോൺമെന്റിനെ കുറിച്ച് എഴുതി കഴിഞ്ഞു അല്ലേ? ഇനി അപ്പാരറ്റസ് ആണോ? യെസ്. ഓക്കെ, സോ ഗീവ് ദ സബ് ഹെഡിങ് ആസ് അപ്പാരറ്റസ്. ഇതിനകത്ത് അത്രയില്ല, അപ്പൊ സോ അത് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. അപ്പാരറ്റസ് നെക്സ്റ്റ് പേജിൽ വരുന്നുണ്ട്. അപ്പാരറ്റസിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് എഴുതുന്നുണ്ട് കേട്ടോ. ഞാൻ എഴുതിയിരിക്കുന്നത് അതായത് ഞാൻ കാണിച്ചു തരാം. മറിയ മോണ്ടിസോറിയെ കഴിഞ്ഞിട്ട് അപ്പാരറ്റസ് ആണ്. അപ്പാരറ്റസ് ഏതൊക്കെ ഏരിയയിലുള്ള അപ്പാരറ്റസ് ആണെന്ന് പറഞ്ഞ് എഴുതിയിട്ട് പിന്നെ ഓരോ പേജിലായിട്ട് അത് എഴുതുവാണ് ചെയ്തത്. അപ്പൊ നമ്മളുടെ എന്താ പറയാ, മോണ്ടിസോറി ഫെസിലിറ്റേറ്ററിനെ കുറിച്ച് ഒന്നും എഴുതിയിട്ടില്ല. നമുക്ക് ആ 3 ഏരിയയെ കുറിച്ചും എഴുതിയതിന് ശേഷം നമുക്ക് പോവാം. മാം ഇപ്പൊ എഴുതാനാണോ? എഴുതാനാണ്, ക്ലാസ് റൂമിൽ ഇരുന്ന് എഴുതാനാണ്. ഞാനാണെങ്കിൽ വിട്ടുപോയി ക്ലാസ് റൂമിൽ അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാനായിട്ട്. നമ്മുടെ ക്ലാസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് റെക്കോർഡ് റൈറ്റിംഗ് ആണെന്നുള്ളത് ഒന്ന് മെസ്സേജ് കൊടുക്കണം എന്ന് വെച്ച് വിട്ടുപോയി. അത് ഞാനൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം, നാളെ തന്നെ ആ മെസ്സേജ് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എൻവിയോൺമെന്റ് ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തു അല്ലേ? സോ നെക്സ്റ്റ് ഹെഡിങ് ആയിട്ട് അപ്പാരറ്റസ് കൊടുക്കണോ, അതോ ഞാൻ എഴുതിയതുപോലെ മറിയ മോണ്ടിസോറിയെ പറ്റി എഴുതിയതിന് ശേഷം അപ്പാരറ്റസ് കൊടുക്കണോ, എന്താ വേണ്ടേ? അല്ലെങ്കിൽ ഫെസിലിറ്റേറ്ററിനെ കുറിച്ച് നമുക്ക് എഴുതാം. ട്രെയിൻഡ് ടീച്ചർ എന്നാണ് ഇവിടെ, ട്രെയിൻഡ് ഫെസിലിറ്റേറ്റർ എന്ന് നിങ്ങൾ എഴുതാം. അപ്പൊ ട്രെയിൻഡ് ഫെസിലിറ്റേറ്ററിനെ കുറിച്ച് എഴുതിയതിന് ശേഷം മറിയ മോണ്ടിസോറിയെ കുറിച്ച് എഴുതുക. അത് കഴിഞ്ഞിട്ട് അപ്പാരറ്റസ്, പിന്നെ കംപ്ലീറ്റ് അപ്പാരറ്റസിനെ കുറിച്ച്, അങ്ങനെ പോരെ? ഏറ്റവും ലാസ്റ്റ് അപ്പാരറ്റസിനെ കുറിച്ച് എഴുതുന്നല്ലേ നല്ലത്? ഓക്കെ, സോ അപ്പം നമുക്ക് ട്രെയിൻഡ് ഫെസിലിറ്റേറ്ററിന് ഹെഡിങ് കൊടുക്കാം. മാം ഇത് വേറെ പേജിലായിട്ടാണോ എഴുതേണ്ടത്? എൻവിയോൺമെന്റ് അതിന്റെ എൻവിയോൺമെന്റ് നമ്മൾ അതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ട് എഴുതിയത്. നമ്മൾക്ക് ഈ 3 ഏജൻസ് ആണല്ലോ, അപ്പൊ പിന്നെ നമുക്ക് അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് എഴുതിയാലും കുഴപ്പമില്ല. ഇറ്റ്സ് അപ് ടു യു, നോ പ്രോബ്ലം. ഇപ്പൊ എൻവിയോൺമെന്റ് ഒരു പേജിന്റെ ഫ്രഷ് ആയിട്ട് തുടങ്ങുന്ന ഒരു പേജിന്റെ തുടക്കത്തിൽ വെച്ചങ്ങ് തീരുവാണെങ്കിൽ അവിടെ തന്നെ നമുക്ക് ഫെസിലിറ്റേറ്ററെ കുറിച്ച് എഴുതാം. അതേസമയം ലാസ്റ്റ് ഒരു പകുതിയിൽ കൂടുതലായിട്ടാണ് എൻവിയോൺമെന്റ് എന്നുള്ള തീരണമെങ്കിൽ നെക്സ്റ്റ് പേജ് എടുക്കാം. വായിക്കുമ്പോ ഒരു അണീസ്നെസ് തോന്നണ്ട. അപ്പൊ ഒരു പേജിന്റെ 1-2 ലൈൻസ് ആയപ്പോഴേക്കും എൻവിയോൺമെന്റിനെ കുറിച്ച് ഉള്ളത് എഴുതി കഴിഞ്ഞെങ്കിൽ ആ പേജിൽ തന്നെ ട്രെയിൻഡ് ഫെസിലിറ്റേറ്റർ എഴുതാം. അതേസമയം ഒരു ഹാഫിൽ കൂടുതലോ ആയിട്ടാണ് എൻവിയോൺമെന്റ് കഴിഞ്ഞതെങ്കിൽ നെക്സ്റ്റ് പേജ് എടുക്കുന്നതായിരിക്കും നല്ലത്. ക്ലിയർ ആയോ? പിന്നെ നിങ്ങളുടെ ഒരു ഇഷ്ടം എങ്ങനെയാ, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തു കേട്ടോ, നോ പ്രോബ്ലം.
മാം അപ്പൊ ഇതിനു മുമ്പ് എൻവയോൺമെന്റ് എഴുതിയിട്ടുണ്ടോ? ഉണ്ടല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ കയറിയില്ലായിരുന്നോ? ആരായിരുന്നു? ഇല്ല, റെക്കോർഡ് ക്ലാസ്സും കണ്ടില്ല? കണ്ടില്ല മാം. ഓക്കെ, നോ പ്രോബ്ലം. ആരായിരുന്നു? ശരണ്യായിരുന്നോ? യെസ് മാം. ശരണ്യക്ക് എത്ര പേജ് വേണം എന്നുള്ളതൊന്നും ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? കാരണം എന്റെ റെക്കോർഡിലുള്ളതിനേക്കാളും എക്സ്ട്രാ നമ്മൾ എഴുതിയിട്ടുണ്ടേ. ഒന്ന് പേജ് എത്ര വിടണം എന്നൊന്ന് പറഞ്ഞു കൊടുക്കൂ. ശരണ്യ, നമ്മുടെ റെക്കോർഡിന്റെ ഫസ്റ്റ് പേജ് ഇതാണ്. ഫസ്റ്റ് പേജിൽ നമ്മൾ ഹെഡിങ് കൊടുക്കുക, ഇൻട്രൊഡക്ഷൻ അബൌട്ട് മോണ്ടിസോറി ആൻഡ് മറിയ മോണ്ടിസോറി. മോണ്ടിസോറിയെക്കാളും മോണ്ടിസോറി മെത്തേഡ് എന്ന് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം സംടൈംസ് നമ്മൾ മറിയ മോണ്ടിസോറിനെ സർനെയിം ആയിട്ടുള്ള മോണ്ടിസോറി എന്ന് വെച്ച് കോൾ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇൻട്രൊഡക്ഷൻ അബൌട്ട് മോണ്ടിസോറി മെത്തേഡ് ആൻഡ് മറിയ മോണ്ടിസോറി ഫസ്റ്റ് പേജിൽ കൊടുക്കുക. ഇനി അടുത്ത പേജ് തുടങ്ങി നമ്മൾ എഴുതി തുടങ്ങും. അടുത്ത പേജ് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ രീതിയിൽ അത് ഭംഗിയാക്കാം. നെക്സ്റ്റ് പേജ് തുടങ്ങിയിട്ട് എഴുതുവാണ്. അപ്പൊ മോണ്ടിസോറി അല്ല, മോണ്ടിസോറി മെത്തേഡ് എന്ന് ഇവിടെ ഹെഡിങ് കൊടുക്കണം. അത് ഈ ഒരു ഇത്രയും പാരഗ്രാഫ് അല്ല, കുറച്ചധികം എഴുതിയിട്ടുണ്ട്. അന്ന് ഞാൻ എഴുതുമ്പോൾ ഞങ്ങളുടെ മാം പറഞ്ഞു തന്നത് കേട്ടങ്ങ് എഴുതുമായിരുന്നു. പക്ഷെ നമ്മളിവിടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോ എല്ലാവരുടെയും ഒരു അഭിപ്രായം കുറച്ചുകൂടെ എഴുതാം, ആഡ് ചെയ്യാന്നുള്ളത്. അപ്പൊ അത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എത്ര പേജ് വേണം എന്നുള്ളത് ഒന്ന് പറയൂട്ടോ ശരണ്യക്ക് വേണ്ടിയിട്ട്. ഏതാണ്? 2 pages ആണ് എനിക്ക് വന്നത്. 2 pages അല്ലെങ്കിൽ 2.5 എങ്ങനെയാണെങ്കിലും. അപ്പൊ ഒരു 3 പേജ് ഇടുന്ന നല്ലതായിരിക്കും തോന്നുന്നു അല്ലേ? 3 വേണ്ട മാം, 2.5 തന്നെ ധാരാളം. എനിക്കും 2.5 ഒരു ക്വാർട്ടർ വരുന്നുള്ളൂ. ആണോ? അല്ല, അതല്ല, അതിന്റെ ബാക്കിയായിട്ട് നമ്മൾ ഫെസിലിറ്റേറ്ററിനെ കുറിച്ച് എഴുതുമ്പോ എവിടെ വച്ച് തുടങ്ങണം എന്ന് ശരണ്യക്ക് ഒരു കൺഫ്യൂഷൻ വരില്ലല്ലോ. 3 പേജ് വിട്ടാൽ എന്താ പറയാ? ശരണ്യയുടെ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയാ? നോർമലി ചെറുതാണോ അതോ ഒരു മീഡിയം? ചെറുതാണോ? പിന്നെ 2 pages ഇനഫ്. ശ്രദ്ധിക്കേണ്ട കാര്യം മോണ്ടിസോറി മെത്തേഡ് എന്നാക്കണം. മറ്റേ ഇൻട്രൊഡക്ഷൻ ടു എല്ലായിടത്തും മോണ്ടിസോറിക്ക് പകരം മോണ്ടിസോറി മെത്തേഡ് ആക്കണം. കാരണം മറിയ മോണ്ടിസോറി നമ്മൾ സംടൈംസ്. അത് ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനകത്ത് 3 ഏജൻസ് പറഞ്ഞിരുന്നു. ഈ മെത്തേഡിൽ 3 ഏജൻസ് ആണുള്ളത്. അതില് ഫസ്റ്റ് വണ്ണായ എൻവയോൺമെന്റിനെ കുറിച്ച് കാര്യമായിട്ട് എഴുതിയിട്ടുണ്ട്. സെക്കൻഡ് വണ്ണായ അപ്പാരറ്റസിനെ കുറിച്ചാണ് ഈ റെക്കോർഡ് മുഴുവനുള്ളത്. അപ്പൊ സെക്കൻഡ് വൺ നമ്മൾ ലാസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓരോ മെറ്റീരിയൽസിനെ കുറിച്ച് ഈ അപ്പാരറ്റസ് എന്നുള്ളതിൽ വരും. അപ്പൊ നമ്മളിപ്പോ എഴുതാൻ പോകുന്നത് ട്രെയിൻഡ് ഫെസിലിറ്റേറ്ററിനെ കുറിച്ചാണ്. ടീച്ചർ എന്നുള്ളതിന് പകരം ഫെസിലിറ്റേറ്റർ ആക്കുക. അതിനെക്കുറിച്ച് എന്റെ റെക്കോർഡിൽ അതിനെ കുറിച്ചൊന്നും ഇല്ല. സോ ഞാൻ പറഞ്ഞു തരുന്നത് കേട്ട് ശ്രദ്ധിച്ച് എഴുതണം. ഓക്കെ, അപ്പൊ ട്രെയിൻഡ് ഫെസിലിറ്റേറ്ററിന് ഹെഡിങ് കൊടുക്കുക. എഴുതിയോ? ഓക്കെ, ഞാൻ ചിലപ്പോ ചാറ്റിൽ ഞാൻ സ്പെല്ലിങ്സ് ചിലപ്പോ ഇടും. ചാറ്റും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. എനിക്ക് സ്പീഡ് ആയില്ലെങ്കിൽ പറ്റുന്നവരൊന്ന് സ്പെല്ലിംഗ് ഇട്ടിട്ട് പോവാണ്. The Montessori facilitator ബ്രാക്കറ്റില് directress. The Montessori facilitator ബ്രാക്കറ്റിൽ directress ചാറ്റും കൂടെ ശ്രദ്ധിച്ചോളൂ. Is primarily മെയിൻ ഫെസിലിറ്റേറ്ററിനെയാണ് ഡയറക്ടർസ് എന്ന് പറയുന്നത്. ബട്ട് കോമൺ ആയിട്ട് അങ്ങനെ എഴുതിക്കോളൂ. ഇസ് പ്രൈമർലി ആൻ ആക്റ്റീവ് ഒബ്സർവർ of the classroom
Active observer of the classroom. Full stop. She is providing direction and guidance she is providing direction and guidance and direction and guidance to each child on an individual മാം ഒരു രസം പറയുമോ? she is providing main words in the spelling ഞാൻ കൊടുത്തിട്ടുണ്ട്. She is providing direction and guidance to each child on an individual basis. On an individual basis. The role of the role, ROA. The role of the directress in the classroom is manifold. Manifold means multiple, various, കുറേ ഉണ്ടെന്ന്, പല റോൾസ് ചെയ്യുന്നു എന്നുള്ള മീനിങ് ആണ്. The role of the directress in the classroom is manifold. എനിക്ക് വേണമെങ്കിൽ വേരിയസും അങ്ങനെയൊക്കെ പറയാം, പക്ഷെ ഒരു പുതിയ വേർഡും കൂടെ ഒന്ന് പഠിക്കട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞു മാത്രം. എഴുതി കഴിഞ്ഞോ മാനിഫോൾഡ്? ഒന്നുകൂടെ തുടങ്ങിയതൊന്നുകൂടെ പറയാം. ദ മോണ്ടിസോറി directress facilitator ബ്രാക്കറ്റിലെ directress നേടി is primarily an active observer of the classroom. Full stop. She is providing direction and guidance to each child on an individual basis. The role of the directress in the classroom is manifold. ഒരു കാര്യം പറയാൻ പറ്റുമോ? directress എന്ന് പറയുന്നത് D ക്യാപ്സിൽ എഴുതുവാണെങ്കിൽ നല്ലതായിരുന്നു. She is trained to observe carefully. She is trained to observe carefully, to know, K-N-O-W, know, to know the different, to know the different, to know the different needs of her children and to provide
and to provide a properly prepared environment for the children apostrophe s ആണ് for the children's maximum growth. Mom, for the children's maximum growth. ചാറ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ചിൽഡ്രൻസ് എന്നുള്ളത് ചിൽഡ്രൻ അപ്പോസ്ട്രോഫി എസ്, കുട്ടികളുടെ. മാം ഡിഫറെന്റ് നീഡ്സ് മുതൽ ജസ്റ്റ് ഒന്ന് വായിക്കോ? വായിക്കാം. അത് തുടങ്ങുന്നത് ഷീ ഈസ് ട്രെയിൻഡ് ടു ഒബ്സർവ് കെയർഫുള്ളി to know the different needs of her children and to provide a properly prepared environment for the children's maximum growth. Okay. Next, she is there. THERE there ആണ്. She is there when needed. She is there when needed. Comma. when ആണോ? When, WHEN when ആണ്. When, WHEN when. She is there when needed, comma, but invisible. But invisible when not needed. when ആണോ then When ആണ് when. She, WHEN ആണ്. W. She is there when needed. എപ്പോഴാണോ വേണ്ടത്. But invisible when not needed. ആവശ്യമുള്ളപ്പോ ഉണ്ടാകും, ആവശ്യമില്ലാത്തപ്പോ ഇൻവിസിബിൾ ആവുന്നുള്ള രീതിയിൽ. In other words, OTHER, other words, she should follow the child. Ma'am, she should follow the child ആണോ? In other words, she should follow. If ഞാൻ ചാർട്ട് ചെയ്തിട്ടുണ്ടേ, follow the child. Okay. She needs to be calm, CALM. Needs, NEEDS ആണ്. She needs to be calm, comma, consistent,
She needs to be calm, consistent, courteous. Spelling നോക്കിക്കോളൂ. Yes, courteous. Courteous means റെസ്പെക്ട്ഫുൾ, അങ്ങനെ ഒരു നല്ലൊരു ഗുഡ് മാനേഴ്സ്, ഗ്രേഷ്യസ് ആയിട്ട് നല്ല രീതിയിലുള്ള ഒരു മാനേഴ്സ്, അതൊക്കെയാണ്. റെസ്പെക്ട്ഫുൾ ആയിരിക്കണം, അത്. courteous ആൻഡ് കെയറിങ്. മാത്രമല്ല പല ക്വാളിറ്റീസ് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. കെയറിങ്, ഡിറക്ട്രസ്. എല്ലായിടത്തും ഷീ എന്ന് പറഞ്ഞാൽ എഴുതിയ, ഇടയ്ക്ക് നമ്മൾ അത് യൂസ് ചെയ്യണം. മെയിൻ നൗൺ ഏതാന്നുള്ളത്. ദ ഡിറക്ട്രസ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാ, സ്പെല്ലിംഗ് അറിയാലോ. ദ ഡിറക്ട്രസ് പ്രൊവൈഡ്സ് a link directress provides a link between the classroom and parent. Link between the classroom and parent. She discusses each child's, CHILD apostrophe S ആണ്. child's, കുട്ടിയുടെ, ഓരോ കുട്ടിയുടെ എന്നുള്ള മീനിങ്. each child's progress each child's progress with their, THEIR ആണ്, അവരുടെ എന്നുള്ള മീനിങ്. with their parents. എഴുതുവാണെങ്കിൽ കുറേ ഉണ്ട് ഡയറക്ട്രസിനെ കുറിച്ച്, പല പല പേജസിലായിട്ട്. The Montessori directress should know, KNOW, should know when, WHEN ആണ്, W ആണ്. when the child is
The Montessori directress should know when the child is ready for exercises. Exercises of practical മാം എക്സസൈസ് കഴിഞ്ഞെന്തോ exercises of practical life and sensorial activities. Sensorial activities. She should also also know KNOW ആണ് also know. She should also know how to prepare children for them. THEM. Good children ആണോ? അല്ല, how to prepare PRE prepare children for them. എന്നുവെച്ചാൽ ആ ആക്ടിവിറ്റി ചെയ്യാൻ കുട്ടികളെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. The freedom for the children within limits. Freedom for the children within limits. The freedom for the children within limits is created by the directors. I know. The directors should എന്തോ ഏതാ പറയണ്ടേ? ഇപ്പൊ പറഞ്ഞു തുടങ്ങിയതാണോ അതോ നേരത്തെയാണോ? അല്ല ഡയറക്ടേഴ്സ് കഴിഞ്ഞ The directors should express her love her love and respect to the children
always. The directress should express her love and respect to the children always. She creates അടുത്ത സെന്റൻസ് ആണ്. She creates the chemistry. പറയില്ലേ, നല്ല കെമിസ്ട്രി ആണ്, നല്ലൊരു ബോണ്ടിങ്, അതാണ് ഉദ്ദേശിച്ചത്. The chemistry of a colorful chemistry. She creates the chemistry of a colorful relationship of colorful relationship of togetherness. ഞാനവിടെ സ്പെല്ലിംഗ് എഴുതിയിട്ടുണ്ട്. ഇത് എന്റെ ടെക്സ്റ്റിൽ ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നും സെന്റൻസുകൾ എടുത്തിട്ട് അതൊന്നുകൂടെ റീകൺസ്ട്രക്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പൊ എന്നോട് ഈ ഒരു പാരഗ്രാഫ് ഒന്ന് വായിക്കാൻ പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടായി പോകും. കാരണം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറെ ഭാഗത്തുനിന്ന് എടുത്തിട്ട് എഴുതിയിട്ടുള്ളതാണ്. ഇനി അഥവാ അങ്ങനെ വായിക്കണമെന്നുണ്ടെങ്കിൽ എഴുതി ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്താൽ നന്നായിരിക്കും. അല്ലെങ്കിൽ ഓക്കെ, നിങ്ങൾ എല്ലാവരും നന്നായി എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇത്രയും മതി പ്രസന്റേറ്ററിനെ കുറിച്ച്. മാം ഒന്ന് വായിച്ച് ആരെങ്കിലും ഒന്ന് വായിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. ആരെങ്കിലും ഒന്ന് വായിച്ചു കൊടുത്തു. കാരണം എനിക്ക് പറ്റില്ല, ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങനെ നോക്കുമ്പോ എനിക്ക് നല്ല പോയിന്റ്സ് ആയി തോന്നുന്നത് ഞാൻ അങ്ങ് തന്നു. യെസ് പ്ലീസ്. ഞാൻ വായിക്കാം. ഓക്കെ ശരണ്യ. The Montessori facilitator directress is primarily an active observer of the classroom. She is providing directions and guidance to each child on an individual basis. The role of the directress in the classroom is manifold. She is trained to observe carefully to know the different needs of her children and to provide a properly prepared environment for the children's maximum growth. She is there when needed. But invisible when not needed. In other words, she should follow the child. She needs to be calm, consistent, courteous, and caring. The directress provides a link between the classroom and the parents. She discusses each child's progress with their parents. The Montessori directress should know when the child is ready for exercises of practical life and sensorial activities. She should also know how to prepare children for them. The freedom for the children within limits is created by the directress should express her love and respect to the children always. She creates the chemistry of a colorful relationship of togetherness. വലിയൊരു പാരഗ്രാഫ് ആയോ? അത്യാവശ്യം Yes, ma'am. ഒരു പേജിന്റെ എത്ര? ഒരു ഡൗട്ട് ഒന്ന് പറയട്ടെ. പിന്നെ ലിമിറ്റ്സ് ഈസ് ക്രിയേറ്റഡ് ബൈ ദ ഡയറക്ടേഴ്സ് എന്ന് കഴിഞ്ഞിട്ട് പിന്നെ ദ ഡയറക്ടേഴ്സ് ഷുഡ് എക്സ്പ്രസ് എന്ന് തുടങ്ങുന്നത്, അങ്ങനെയാണ് തുടങ്ങുന്നത് അങ്ങനെയാണ്. അല്ലേ? അപ്പൊ വായിച്ചപ്പോ ഞാൻ നോക്കി ക്രിയേറ്റഡ് ബൈ ദ ഡയറക്ടേഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത നെക്സ്റ്റ് സെന്റൻസ് വരുന്നത് ദ ഡയറക്ടേഴ്സ് ഷുഡ് എക്സ്പ്രസ് ഹെർ ലവ് ആൻഡ് റെസ്പെക്ട് ടു ദ ചിൽഡ്രൻ ഓൾവേസ്, അതല്ലേ തുടങ്ങുന്നത്? യെസ്, അങ്ങനെ തുടങ്ങുന്നത്. ഓക്കെ ഫൈൻ. സോ അത്യാവശ്യം വലിയൊരു പാരഗ്രാഫ്. ഒരു ഹാഫ് പേജ് ആയോ അതോ അതിൽ കൂടുതലുണ്ടോ? ഹാഫ് പേജ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്കിനി അറിയാൻ മോണ്ടിസോറിയെ കുറിച്ച് നമുക്കൊന്ന് എഴുതണം. അത് കഴിഞ്ഞിട്ട് നമ്മളെ മെയിൻ ഏജന്റ് ആയ, അതായത് നമ്മുടെ ഈ റെക്കോർഡില് അപ്പാരറ്റസ് റെക്കോർഡ് ബുക്കാണ്. അപ്പൊ ഈ അപ്പാരറ്റസിനെ കുറിച്ചാണ് എഴുതേണ്ടത്. ഈ
കംപ്ലീറ്റ് അതായിരുന്നു ഓരോ മെറ്റീരിയൽസും ഏതാണെന്ന്. ഏകദേശം ഒരു മോർ ദാൻ 35 മെറ്റീരിയൽസ് ഉണ്ട്. അപ്പൊ എല്ലാം ഒന്നും നമുക്ക് അവൈലബിൾ ആക്കാനായിട്ട് പറ്റില്ല. ബട്ട് ഓൾമോസ്റ്റ് നമുക്ക് ആവശ്യം ആയിട്ടുള്ളതെല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് മറിയ മോണ്ടിസോറിയെ കുറിച്ചാണ് എഴുതേണ്ടത്. അത് ഞാൻ നിങ്ങൾക്ക് വിടുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി എഴുതാം. ഞാനൊരു ചെറിയ പാരഗ്രാഫ് എഴുതിയിട്ടുള്ളൂ, ബട്ട് അത് പോരാ. മറിയ മോണ്ടിസോറിയെ പറ്റി കൂടുതൽ എഴുതാം. നമ്മൾക്കൊരു ചാപ്റ്റർ തന്നെ ഉണ്ടല്ലേ. നിങ്ങൾക്കൊരു പിക്ചർ അവരുടെ സംഘടിപ്പിക്കാം, ലെഫ്റ്റ് സൈഡിൽ ഒട്ടിക്കാം. മറിയ മോണ്ടിസോറിക്ക് എത്ര പേജ് വിടണം അത് തന്നെ എഴുതിക്കോളൂല്ലേ. കാരണം എൻ്റെ അത്ര നല്ലൊരു കണ്ടന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കോളൂ. ഒരു പാരഗ്രാഫേ ഉള്ളൂ. നെക്സ്റ്റ് പേജിലല്ലേ ഇതിന്റെ? അതെ അതെ, നെക്സ്റ്റ് പേജിൽ എഴുതിക്കോളൂ. ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു പിക്ചർ കിട്ടുവാണെങ്കിൽ അതും ഒട്ടിക്കാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചർ ഒരു വൺ പേജ് ലീവ് ചെയ്താൽ പോലെ മതി മതി. ഞാനൊരു അത്ര എഴുതിയിട്ടുള്ളൂ. നിങ്ങൾക്കൊരു ചാപ്റ്റർ തന്നെ ഉള്ളതല്ലേ. എനിക്കും ഉണ്ട് ടെക്സ്റ്റില്. ബട്ട് ഒരു അസൈൻമെന്റ് ബുക്കിൽ മറിയാം മോണ്ടിസോറിയെ പറ്റി പ്രീ സ്കൂൾ ടീച്ചേഴ്സ് 10 പേരുടെ നമ്മൾ എഴുതില്ലേ, ആ അസൈൻമെന്റ് ബുക്കിൽ കാര്യമായി എഴുതിയത് കൊണ്ട് ഇത്രയും മതി എന്ന് അന്ന് ഞങ്ങളുടെ മാം പറഞ്ഞു. ഇറ്റ്സ് അപ് ടു യു, യു ക്യാൻ ഡു ആസ് പെർ യുവർ വിഷ്. ഓക്കെ, ഇത് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ടോ എന്താന്ന് വെച്ചാൽ ചെയ്തു. അത്ര കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ ഫൈൻ. സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ലേ? അത്യാവശ്യം വലിയ സൈസ്. ഓക്കെ, അടുത്ത പേജിലേക്ക് പോവാം. അപ്പാരറ്റസ്. മറിയ മോണ്ടിസോറി എഴുതാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം വിടുക, അല്ലെങ്കിൽ ഏറ്റവും അവസാനം മറിയ മോണ്ടിസോറിയെ പറ്റി എഴുതി കൺക്ലൂഡ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ. എന്താ വേണ്ടേ, എങ്ങനെ എഴുതണം? അപ്പാരറ്റസ് എല്ലാം എഴുതി കഴിഞ്ഞ് ലാസ്റ്റ് മറിയ മോണ്ടിസോറിയെ പറ്റി ഒരു ഇത് എഴുതിയാൽ മതിയോ? ലാസ്റ്റ് പേജിൽ ഏറ്റവും അവസാനം റെക്കോർഡിന്റെ ലാസ്റ്റ്. മാം അതായിരിക്കും നല്ലത്. കാരണം പേജ് വിടുന്നതിനേക്കാളും നല്ലത് ബെറ്റർ അതായിരിക്കും. അല്ലേ? അപ്പാരറ്റസ് കംപ്ലീറ്റ് ആയി നമ്മുടെ ഇതിനകത്തും അങ്ങനെ ഇൻട്രൊഡക്ഷൻ ടു മോണ്ടിസോറി മെത്തേഡ് ആൻഡ് മറിയ മോണ്ടിസോറി. അപ്പൊ ലാസ്റ്റ് മറിയ മോണ്ടിസോറിയെ പറ്റി എഴുതണോ, അതോ ഇനീഷ്യലി മറിയ മോണ്ടിസോറിയെ പറ്റി എഴുതിയിട്ട് തുടങ്ങണോ? എന്താന്ന് വെച്ചാൽ മെത്തേഡ് എഴുതി എനിക്ക് ശരിക്കും ആപ്റ്റായിട്ട് തോന്നിയത് മറിയ മോണ്ടിസോറിയെ പറ്റി എഴുതിയതിനു ശേഷം മെത്തേഡിനെ പറ്റി എഴുതിയിട്ട് അങ്ങനെ. എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഓൾറെഡി നമ്മളുടെ ഒരു അസൈൻമെന്റ് ബുക്കില് പ്രീ സ്കൂൾ ടീച്ചേഴ്സിനെ പറ്റി എഴുതുമ്പോൾ, പ്രീ സ്കൂൾ ടീച്ചേഴ്സ് അല്ല, എഡ്യൂക്കേഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത 10 ടീച്ചർമാരെ പറ്റി എഴുതണം. നമുക്കൊരു അസൈൻമെന്റ് ബുക്ക് ഉണ്ടല്ലോ, സ്കൂൾ ഓർഗനൈസേഷൻ, അതിനകത്ത് അതിൽ മറിയ മോണ്ടിസോറിയെ പറ്റി എഴുതുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ ഉണ്ട്. സോ ഇറ്റ്സ് മോർ ദാൻ എനഫ്. ഈ റെക്കോർഡിലും കൂടെ കൂടുതലായിട്ട് വേണമെന്നില്ല. വേണമെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുക്കാം. ഒറ്റ പേജിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഇറ്റ്സ് അപ് ടു യു, നോ പ്രോബ്ലം. എവിടെയെങ്കിലും ഒന്ന് വരണമെന്നേ ഉള്ളൂ റെക്കോർഡ് ബുക്കില്. പക്ഷെ അപ്പാരറ്റസിനെ കുറിച്ച് എഴുതി കഴിഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പാരറ്റസ് കംപ്ലീറ്റ് തീർന്നതിന് ശേഷം വേറെ എന്തെങ്കിലും എഴുതാൻ പറ്റും. സോ ആദ്യം വേണമെങ്കിൽ എഴുതാം, ലാസ്റ്റ് വേണമെങ്കിൽ എഴുതാം. സോ നമുക്ക് അപ്പാരറ്റസ് സ്റ്റാർട്ട് ചെയ്താലോ? ഇതിപ്പോ ഒരു പേജ് ഉണ്ടാവുള്ളൂ മാം. ഇതൊരു പേജ് ഉണ്ടാവുള്ളൂ. ഓക്കെ, എന്നിട്ട് ലെഫ്റ്റ് സൈഡ് മോണ്ടിസോറിയുടെ ഒരു പിക്ചർ കിട്ടുവാണെങ്കിൽ ഒന്ന് ഒട്ടിച്ചു വെച്ചു. ഓക്കെ, 1 പേജ് വിട്ടിട്ട് എഴുതാം അല്ലേ? ആ ഓക്കെ. ലെഫ്റ്റ് സൈഡും ബ്ലാങ്ക് ആണല്ലോ, റൈറ്റിലല്ലേ നമ്മൾ എഴുതുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്ത പേജ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പാരറ്റസ് എന്നുള്ളത് നേരത്തെ ചെയ്ത പോലെ ഒരൊറ്റ പേജിൽ നടുക്ക വലുതായിട്ട് കൊടുക്കാം. അപ്പാരറ്റസ് റെക്കോർഡ് ബുക്ക് ആണല്ലോ, ഇങ്ങനെ ഒരു ഹെഡിങ് ആയിട്ട് കൊടുത്ത് അവിടെ തന്നെ തുടങ്ങണമെന്നില്ല. ഒരു പേജ് കംപ്ലീറ്റ് അപ്പാരറ്റസ് ഒരു മിഡിലായിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് അതിനെ എന്തെങ്കിലും രീതിയിൽ ഭംഗിയാക്കുകയോ എന്തെങ്കിലും ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് പേജിൽ അത് തുടങ്ങും. എങ്ങനെയാന്ന് വെച്ചാൽ ഇതില് പ്രത്യേകിച്ച് ചേർക്കേണ്ടതായിട്ടൊന്നുമില്ല. ഇതെല്ലാം അങ്ങനെ തന്നെ എഴുതേണ്ടതാണ്. ഇത് നോക്കി എഴുതാൻ ബുദ്ധിമുട്ടുണ്ടോ, അതോ ഞാൻ വായിക്കണം? നോക്കി എഴുതാം മാം. കുഴപ്പമില്ലല്ലോ. നോ പ്രോബ്ലം. ഓക്കെ, എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ എന്ന് ഞാനും കൂടെ ഒന്ന് വായിച്ചു നോക്കാം. ഇത് എഴുതാൻ വയ്ക്കും.
ഇനഫ്. കാരണം ഇനി നമ്മൾ ഓരോന്നിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നുണ്ട്. അപ്പൊ പിന്നെ അപ്പാരറ്റസ് എന്താന്നൊരു ഇൻട്രോ ഇത് മതിയാകും. കഴിഞ്ഞു മാം. കഴിഞ്ഞോ? എല്ലാരും കഴിഞ്ഞു? ഇല്ല മാം. യെസ് മാം. 5 types of apparatus are there. അതും എഴുതിയോ? അതും കൂടെ എഴുതിയൊക്കെ 1 2 3 4 5. ഇനി അതിനെ കുറിച്ച് ഓരോന്നായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പോവാണ്.
പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ ആണ് അശ്വതി മിസ് എടുക്കുന്നത്. സെൻസോറിയൽ അപ്പാരറ്റസ് ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. 5 types of apparatus are there എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞു മാം. ഓക്കെ. സോ നമ്മൾ ഇതിൽ പറഞ്ഞത് മെന്റലി, ഫിസിക്കലി, സൈക്കോളജിക്കലി കുട്ടികളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഈ മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ മറിയ മോണ്ടിസോറി അത്രയും ഒബ്സർവ് ചെയ്ത, സയന്റിഫിക്കലി പ്രിപ്പയർ ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. കുട്ടികളുടെ ആക്ടിവിറ്റി എയിം ചെയ്തുകൊണ്ടാണ് ഇത് ഡെവലപ്മെന്റ് ത്രൂ ആക്ടിവിറ്റി, പർപ്പസ്ഫുൾ ആക്ടിവിറ്റി. അത് കുട്ടികൾക്ക് എത്താവുന്ന രീതിയിലാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മെറ്റീരിയൽസ് വളരെ അട്രാക്റ്റീവ് ആണ്. ഈ മറിയ മോണ്ടിസോറിയുടെ സമയത്ത് അവർ കസാഡി കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇവരുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ളത് കാൻഡിഡ എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റേറ്റർ ആയിരുന്നു. ഒരു ദിവസം ഈ ഫെസിലിറ്റേറ്റർ വളരെ ലേറ്റ് ആയിട്ടാണ് ക്ലാസ്സിലേക്ക് വന്നത്. ഇവര് വന്നപ്പോ ഇവര് ലേറ്റ് ആയ കുട്ടികളെ സമയത്ത് വന്നു. അവര് വന്നിട്ട് എന്താ, ഷെൽഫ് എല്ലാം ഓപ്പൺ ആണ്, ഈ കുട്ടികൾക്ക് എത്തുന്ന ഒരു ഹൈറ്റിലാണ്. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്തു, അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളതെല്ലാം അവർ എടുത്തു. ഫ്രീഡം ഓഫ് ചോയ്സ് നമ്മൾ പറഞ്ഞല്ലോ, ലവ് ടു വർക്ക്. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം അവർ സെലക്ട് ചെയ്ത് അവർ ആക്ടിവിറ്റി തുടങ്ങി വളരെ കോൺസെൻട്രേഷനോട് കൂടി. അപ്പൊ കാൻഡിഡ ലേറ്റ് ആയിട്ട് വരുന്നു. കാൻഡിഡ വന്നിരുമ്പോ കാണുന്നത് കുട്ടികളെല്ലാവരും ഇരുന്ന് ഓരോ ആക്ടിവിറ്റി ചെയ്യാണ്. അത് കണ്ടപ്പോഴേക്കും കാൻഡിഡയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് കുട്ടികൾ ചോദിക്കാതെ മെറ്റീരിയൽസ് എടുത്തു. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സ്റ്റീലിംഗ്, അവർ മോഷ്ടിച്ചു എന്നുള്ള രീതിയിൽ പറയാനായിട്ട് തുടങ്ങിയപ്പോ മറിയ മോണ്ടിസോറി കാൻഡിഡയെ വിലക്കി. അവർ പറഞ്ഞത്, അവർ മനസ്സിലാക്കിക്കുവാണ്, ഇറ്റ്സ് നോട്ട് സ്റ്റീലിംഗ്, ഇറ്റ് ഈസ് ദെയർ കീൻ ഓഫ് ഇൻട്രസ്റ്റ്. കുട്ടികളുടെ ഇൻട്രസ്റ്റ് ആണ്, താല്പര്യമാണ്. ആൻഡ് ദെയർ ഫ്രീഡം ടു ചൂസ്. അവർക്ക് അതായത് ഒരു ഫെസിലിറ്റേറ്റർ കൊടുക്കുന്നതല്ല അവർ ചെയ്യുന്നത്, അവർക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാനുള്ള. അപ്പൊ ഇതെല്ലാം അങ്ങനെ ഓരോ കാസാഡി കമ്പനി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ അങ്ങനെ പല പല കാര്യങ്ങളിലെ വ്യത്യാസങ്ങൾ വരുവാണ്. അങ്ങനെയാണ് ഷെൽഫ്, അടച്ചു വെക്കുന്ന ഷെൽഫ് ഉപയോഗിക്കാതെയായി. അങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ അടച്ചു വെക്കുന്ന ഷെൽഫ് ഉണ്ടായിരുന്നു, അത് ഷെൽഫ് അടയ്ക്കാൻ വിട്ടുപോയി. അതാണ് ഈ കാൻഡിഡ വന്ന് കയറുമ്പോ കാണുന്നത്. അപ്പൊ ഓപ്പൺ ഷെൽഫായിട്ട് കിടക്കുമായിരുന്നു. അപ്പൊ മറിയ മോണ്ടിസോറിക്ക് മനസ്സിലായി, ഈ ക്ലോസ്ഡ് ഷെൽഫിൽ സാധനങ്ങൾ വെക്കേണ്ട, ഓപ്പൺ ആയിട്ടുള്ള ഷെൽഫിൽ കുട്ടികൾക്ക് എത്തുന്ന ഇതിൽ തന്നെ വെക്കാം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ കുറെ ഇൻസിഡൻസ് ഉണ്ട്. അങ്ങനെ ഓരോന്നിൽ നിന്നാണ് പുതിയ കാര്യങ്ങൾ ഇവർ കണ്ടുപിടിച്ച് കുട്ടികളുടെ ഡെവലപ്മെന്റ് ഏതാന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്ക് 5 types ഓഫ് അപ്പാരറ്റസ് ഉണ്ട്. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ, കുറെ വീഡിയോസ് നിങ്ങൾ ചെയ്തത് അശ്വതി മിസ് എനിക്ക് ഷെയർ ചെയ്തിരുന്നു. സെൻസോറിയൽ അപ്പാരറ്റസ്, നമുക്കറിയാം നമ്മളുടെ 5 സെൻസസ് യൂസ് ചെയ്തിട്ടുള്ളത്, നമ്മൾ പലതും പറഞ്ഞു പോയിരുന്നു. പിന്നെ ലാംഗ്വേജ് അപ്പാരറ്റസ്, പിന്നെ മാത്തമാറ്റിക്സ്, ഡിവിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ വരും. സയൻസ് ആൻഡ് അതർ കൾച്ചറൽ അപ്പാരറ്റസ്, അതും ഉണ്ട്. ഓക്കെ, ഇനി ഓരോന്നും ആയിട്ട് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ, അത് അടുത്ത പേജിൽ എടുക്കണം. ഇതിനെല്ലാം നിങ്ങൾക്ക് പിക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യൂ കേട്ടോ. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കിട്ടിയ ഒരു PDF ഉണ്ടല്ലോ, അതിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞങ്ങൾ എഴുതിയത് ഞങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ നമ്മളുടെ PDF കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഒരു കാര്യം ചെയ്തോ, ഹെഡിങ് ഒക്കെ എഴുതിക്കോ, ഞാൻ ആ PDF എടുക്കട്ടെ. എക്സ്ട്രാ എന്തെങ്കിലും ചേർക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ നോക്കിയിട്ട്
ചേർക്കാം. നല്ലൊരു ടാസ്ക് ആണ്, എന്തെങ്കിലും കുഴപ്പമില്ല. അടുത്ത പേജില് 1 ഇട്ടിട്ട് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എന്ന് കൊടുക്കുക. ഞാൻ ഈ 1 യൂസ് ചെയ്യാൻ കാരണം ഇവിടെ 1, 2, 3 അതിൽ തന്നെ സബ് ഹെഡിങ് ആയിട്ട് 3 കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ ഇങ്ങനൊരു 1 ഉപയോഗിച്ചത്. സ്റ്റാർട്ട് ചെയ്തോളൂ. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ. ദ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ ഇസ് ഡിവൈഡഡ് ഇൻടു 3. അതിന് മുമ്പ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയെ കുറിച്ച് എന്തെങ്കിലും കൂടെ പറയണോ നോക്കട്ടെ. കുറേ ഉള്ളതാ, അത്രയും ഒന്നും നമ്മൾ വലിച്ചുവാരി അപ്പാരറ്റസ് റെക്കോർഡ് ബുക്കിൽ എഴുതേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഓൾറെഡി PDF അവൈലബിൾ ആണല്ലോ. എന്നാലും മെയിൻ പോയിന്റ്സ് എന്തെങ്കിലും ഇതിന്റെ കൂടെ ആഡ് ചെയ്യണമെന്നൊന്നും നോക്കട്ടെ. നോക്കിയാൽ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ ഹെഡിങ് മാത്രമാണ് എഴുതിയത്? Yes, ma'am. Yes, ma'am. 3 പിന്നെ 3 ഇത് എഴുതണോ? കെയർ ഓഫ് പേഴ്സൺ, കെയർ ഓഫ് എൻവയോൺമെന്റ്. കാരണം നിങ്ങളുടെ PDF-ലെ ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് എനിക്ക് ഇത്തിരി നന്നായിട്ട് തോന്നി. ബാക്കിയുള്ളതൊന്നും എഴുതുന്നില്ല. ഞാൻ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പറയാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയസ് ഡിവൈഡഡ് ഇൻടു 3. ആരെങ്കിലും എഴുതി പോയിട്ടുണ്ടെങ്കിൽ നോ പ്രോബ്ലം, അങ്ങനെ തന്നെ എഴുതോട്ടെ. അത് കഴിഞ്ഞിട്ട് എഴുതിയാലും കുഴപ്പമില്ല. In practical life, അടുത്തത് കോഡ്സിൽ ഇടണേ. പ്രാക്ടിക്കൽ, അതായത് പ്രാക്ടിക്കൽ എന്നുള്ളത് 2 സൈഡിലും നമ്മൾ കോഡ്സ് പോലെ ഇടില്ലേ? ഇൻവേർട്ടഡ് കോമ ആണോ? ഇൻ പ്രാക്ടിക്കൽ ലൈഫ് എന്നിട്ട് പ്രാക്ടിക്കൽ എന്നുള്ളത് കോഡ്സിൽ ഞാൻ ചാറ്റിൽ കൊടുത്തിട്ടുണ്ട്. പ്രാക്ടിക്കൽ മീൻസ് PDF പ്രിന്റ് ഉണ്ടെങ്കിൽ എടുത്തു വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പാരഗ്രാഫിൽ വരുന്ന കാര്യമാണ്. ബേസിക് യൂസ്ഫുൾ and purposeful in practical life, practical means basic, useful and purposeful. നെക്സ്റ്റ് സെന്റൻസ് തുടങ്ങുക. കോഡ്സിലെ ലൈഫ് L ക്യാപിറ്റൽ ആണ്. ലൈഫ് മീൻസ് the way of living. The way of living. The purpose and aim. The purpose and aim of practical life is to help the child apostrophe S.
child's growth, control, growth in space ഉണ്ട് കേട്ടോ, growth control in the coordination of his movement. Of his movement കഴിഞ്ഞ് full stop ഇടുക. It helps, HELPS, it helps the child to gain independence and modify his society. അത് കഴിഞ്ഞിട്ട് ഈ എഴുതിക്കോളൂ. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ ഇസ് ഡിവൈഡഡ് ഇൻടു 3. അടുത്ത പാരഗ്രാഫ് പോലെ സ്റ്റാർട്ട് ചെയ്യണം. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ ഇസ് ഡിവൈഡഡ് ഇൻടു 3 എന്നിട്ട് താഴെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് എഴുതാം. അത് കഴിഞ്ഞിട്ട് താഴെയുള്ള ആ പാരഗ്രാഫും കൂടി എഴുതിയിരിക്കുക. PDF നല്ലപോലെ വായിക്കണം, കാരണം അതിൽ കുറേ കാര്യങ്ങളുണ്ട്, ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. മാം ആ മൂന്നാമത്തെ എന്താ യൂസ് ചെയ്യുന്നത്? മൂന്നാമത്തെ എന്താ പറയുന്നത്? എന്താ പറയുക? ഗ്രേസ് ആൻഡ് കർട്സി അല്ലേ? ഗ്രേസ്, GRACE, ഗ്രേസ് ആൻഡ് കർട്സി. അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. നമ്മള് ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ എക്സ്പ്രസ് ചെയ്യില്ലേ, നമ്മളെപ്പോഴും നമുക്ക് കിട്ടുന്നതിനോടെല്ലാം നമ്മളൊരു താങ്ക്ഫുൾ ആയിരിക്കണം. ലൈക്ക് നമുക്ക് നേച്ചറിൽ നിന്നാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ നമ്മളുടെ ആ ഒരു കൃതജ്ഞത എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ, നമ്മൾ അത് പ്രകടിപ്പിക്കും, അത് എക്സ്പ്രസ് ചെയ്യും. അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സറൗണ്ടിങ് എന്തോ അല്ല, ഈ പാരഗ്രാഫ് എഴുതണോ? All the above are interconnected. ഇന്റർകണക്റ്റഡ്. ഇനി നമ്മൾ ഓരോന്നായിട്ട് സെപ്പറേറ്റ് എഴുതാൻ പോവാ. കെയർ ഓഫ് പേഴ്സൺ, കെയർ ഓഫ് എൻവയോൺമെന്റ്, ഗ്രേസ് ആൻഡ് കർട്സി, റെസ്പെക്ട്ഫുൾ, ഗ്രാറ്റിറ്റ്യൂഡ്, അതൊക്കെ ആണ് ഗ്രേസ് ആൻഡ് കർട്സി എന്ന് പറയുന്നത്. ഓരോന്നിനെ പറ്റി നമ്മൾ ഇനി ഓരോ പാരഗ്രാഫ് എഴുതുന്നുണ്ട്. ഈ 1, 2, 3 അതല്ല മാം, ഇതിൽ കൊടുത്തിട്ടുള്ള ഈ പാരഗ്രാഫ് എഴുതണോ? അത് എഴുതണം. ഓൾ ദ എബോവ് ആർ ഇന്റർകണക്റ്റഡ്. അത് ഞാൻ പറഞ്ഞു തന്നത് കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതണം. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ ഈസ് ഡിവൈഡഡ് ഇൻടു 3. കെയർ ഓഫ് പേഴ്സൺ, കെയർ ഓഫ് എൻവയോൺമെന്റ്, ഗ്രേസ് ആൻഡ് കർട്സി എന്ന് എഴുതണം. 1, 2, 3 കൊടുത്തിട്ട് പിന്നെ ഈ പാരഗ്രാഫും കൂടി എഴുതുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ 1, 2, 3 നമ്മൾ ഇനി ഒരു പാരഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പോകും.
കഴിഞ്ഞോ? ഫിനിഷ് മാം. നെക്സ്റ്റ് പേജ് ആണ് കെയർ ഓഫ് ഫസ്റ്റ് വൺ, പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലെ ഫസ്റ്റ് കെയർ ഓഫ് പേഴ്സൺ. സമയമായില്ല, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ ആ ഷെൽഫിൽ സാധനങ്ങൾ ഇരിക്കുന്നതാണ്. ഈ പിക്ചേഴ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യാനുള്ള എല്ലാ സ്റ്റെപ്സും എടുക്കുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്. ഇങ്ങനെ ഇരിക്കും. വാട്ടർ വർക്ക്സ്, വെള്ളം എടുക്കേണ്ടത്, അങ്ങനെ ഓരോ കാര്യങ്ങള് നമ്മുടെ കിച്ചണില് നമ്മൾ ഓരോ ഒക്കെ ചെയ്യില്ലേ അത്. ഓക്കെ, നെക്സ്റ്റ് അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ സമയം പോയി തപ്പില്ല. ഓക്കെ ഫൈൻ. ഓക്കെ ദെൻ. Okay, ma'am. Thanks. Good Thank night. you, ma'am. Good night, ma'am. Good night, ma'am. Thank you, ma'am.